ഇന്ന് നമ്മളിതാ ഒരു എംബ്രോയ്ഡറി വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഫാഷൻ മേക്കർ വെച്ചിട്ട് എംബ്രോയ്ഡറി വർക്ക് കാണിക്കുമോ എന്നുള്ളത് ഒരുപാട് കമൻറ്റ്സ് വന്നതാണ് കേട്ടോ. ഈ ഒരു മെഷീൻ വാങ്ങിയത് തൊട്ടിതാ ഇന്നലെ വരെ വന്നിട്ടുണ്ട്. എംബ്രോയ്ഡറി കാണിക്കോട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിന് എത്ര ലേറ്റ് ആക്കണേ, പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ ഇന്ന് ഇതാ എംബ്രോയ്ഡറി ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എംബ്രോയ്ഡറിക്ക് വേണ്ട ഒരു മെയിൻ ഐറ്റം ആണ് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള പല പല നൂലുകൾ. ഈ ഒരു ക്ലോത്ത് ഈ ഫ്രെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തെടുക്കാൻ പോകുന്നത്. നൂലൊക്കെ മാറ്റിയിട്ട് ക്ലോത്തിന് നമുക്ക് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. ക്ലോത്ത് ഇത് ഈ 2 ടയറുകൾക്കിടയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ലൂസാക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഈ ഒരു ഒറ്റ ടയർ 2 ടയറായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മറ്റേ ടയർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നേരത്തെ നമ്മൾ ലൂസാക്കിയില്ലേ ആ ഒരു സംഭവം തിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇതുപോലെ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പം നമ്മുടെ ക്ലോത്ത് ഈ 2 ടയറുകൾക്കിടയിലായിട്ട് സ്റ്റെക്കായി നിൽക്കട്ടെ. ഇനി വേണ്ടത് നമ്മൾ ഈ ഒരു പോർഷൻ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ലൂസാക്കി കൊടുക്കുക ആ ഒരു ഭാഗം ടൈറ്റ് ആക്കി എടുക്കുക. നമുക്ക് എത്രത്തോളം ടൈറ്റ് ആക്കാൻ കഴിയും അത്രത്തോളം ടൈറ്റ് ആക്കി എടുക്കുന്നതായിരിക്കട്ടെ നല്ലത്. ഇനി വേണ്ടത് ഈ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്ന ഈ ക്ലോത്തുകളൊക്കെ ഒന്ന് വലിച്ചിട്ട് ടൈറ്റ് ആക്കി എടുക്കണം കേട്ടോ. ചുരുക്കി പറഞ്ഞ മൊത്തത്തിൽ ക്ലോത്ത് ടൈറ്റ് ആയി നിൽക്കണം കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് മാക്സിമം ടൈറ്റിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്രയും ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ടൈറ്റ് ആക്കി എടുക്കേണ്ടത്. ഈ ഒരു ക്ലോത്ത് ഫ്രെയിമിനുള്ളിൽ ലൂസായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റിച്ചിനൊന്നും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ടൈറ്റ് ആണോ അല്ലേന്ന് ഒന്നും കൂടെ ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് ആസ് യൂഷ്വൽ ഇവിടെ കുറച്ച് പണികളുണ്ട് കേട്ടോ. സെലക്ടർ നമുക്ക് സിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സി ആണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ച്. ലെങ്ത് പിന്നെ നമ്മുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ. അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫൂട്ട് അറ്റാച്ച് ചെയ്ത ഭാഗമൊക്കെയാണ് മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ. ടെൻഷൻ 0-ലാണ് കേട്ടോ സെറ്റ് ആക്കി വെച്ചത്. ഇനി നമുക്ക് നൂലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ എംബ്രോയിഡറി വർക്കിലെ ഒരു മെയിൻ പോർഷൻ ആണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് ആ ഒരു വർക്ക് പേനയോ പെൻസിലോ എന്താണ് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ളത് ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്ലോത്തിൽ വരച്ചെടുക്കണം. ഇപ്പം ഞാൻ ഈ ഫ്രെയിമിനെ ഒന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലോത്ത് നിലത്ത് തട്ടുന്ന രീതിക്കാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഡിസൈൻ എന്തെങ്കിലും വരച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ മോൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലേക്ക് ഒരു ടെസ്റ്റർ വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാനൊരു ടെസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ ക്ലാസ്സും ഡിവിഷനും ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്മേലാണ് കേട്ടോ നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫൂട്ട് ഊരി മാറ്റാം കേട്ടോ. ഇനി വേണ്ടത് ഈ ഫൂട്ടിനെ ഘടിപ്പിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കൂടിയാണ് കഴിച്ച് മാറ്റേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ എടുക്കുക. ഈ ഒരു ടൂൾ നമുക്ക് ഈ ഒരു മെഷീൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ് കേട്ടോ. ഇത് വെച്ചിട്ടൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. അത് ഊരിപ്പോരും. ഇനി ഫ്രെയിം നമുക്ക് പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വരച്ച ആ ഒരു പാറ്റേണിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട് വേണ്ടത്. ഇനി നമുക്ക് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുകളിലേക്കും താഴേക്കും ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഒന്നും കൂടെ കട്ടി കൂടും. മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റ് റെഡി ആയിക്കൊണ്ടൊന്നില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കുകയും വേണ്ട. പോലെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. നല്ല സ്റ്റിച്ച് വരാനായിട്ട് ഫാസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ സ്റ്റിച്ച് വരുമ്പോൾ നമ്മുടെ പാറ്റേൺ അനുസരിച്ച് മൂവ് ആക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഇപ്പോൾ 4ൻ്റെ ഒരു കളി ഫിനിഷ് ആവാനായിട്ട് ഇനി നമുക്ക് ബാക്കി കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ത്രെഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വീലൊന്ന് ലൂസാക്കിയിട്ട് ത്രെഡ് എടുക്കാം. എന്നിട്ട് ഇനി അടുത്ത പോയിന്റിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 4 നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ നല്ല വൃത്തിക്ക് നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് 4 നമ്മൾ പെർഫെക്റ്റ് ആയി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എക്സ്ട്രാ വരുന്ന നൂലും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു സീയും കൂടെയാണ് ചെയ്തെടുക്കാനുള്ളത്. സെയിം അതുപോലെ തന്നെ ഈ ഒരു സീയും കൂടെ ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് സൂചി ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റായി ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതോടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ടുള്ള 1-2 സ്റ്റിച്ചും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. സെയിം സെലക്ടറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ സിഗ്സാഗ് സ്റ്റിച്ച് ഉണ്ടല്ലോ, പക്ഷേ ലെങ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിൽ വരുന്ന മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ കണ്ടോ, നോർമൽ സ്റ്റിച്ചാണ് കേട്ടോ. ഇനി ഞാനിവിടെ ലെങ്ത്ത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായി അതൊന്ന് ചേഞ്ച് ആക്കിയിട്ട് 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ വേറെ ഇതായിട്ട് വന്നു കേട്ടോ. ഇനി ഇതാ ഈ ഒരു സംഭവം തന്നെ ഞാൻ സീനെ തന്നെ ഈ SS മോഡിലേക്ക് ഇട്ടിട്ട് വേറൊരു സ്റ്റിച്ച് കാണിച്ചു തരാം കേട്ടോ. SS മോഡിലേക്ക് ഇട്ടിട്ട് ഇനി വേറൊരു സ്റ്റിച്ചാണേ. കേട്ടോ ഉണ്ടോ, ഇതാ ഇതിൽ നിന്ന് ചെറിയ ചേഞ്ച് കട്ടി കൂടി വന്നില്ലേ. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് നമുക്കിതിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സി മാറ്റിയിട്ട് എയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെതാ ഈ SS മോഡ് തന്നെയാണ് കേട്ടോ. ഇതിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റിച്ച് നമുക്ക് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യാം. നോക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു സ്റ്റിച്ച് നോർമൽ സ്റ്റിച്ചിനേക്കാൾ കുറച്ചും കൂടി കട്ടിയിൽ വരുന്നൊരു സ്റ്റിച്ചാണ്. ഇത് നമുക്ക് എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എംബ്രോയ്ഡറിക്കായിട്ട് നമുക്ക് ഇത്രയും സ്റ്റിച്ചുകൾ ഇവിടെ നിന്ന് ഈ ഒരു മെഷീനിൽ യൂസ് ചെയ്യാം കേട്ടോ. ചെയ്യുന്നത് ഈ ഒരു ഫോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു സംഭവം അത്യാവശ്യം കളറാക്കി സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഡിസൈൻ ഇപ്പോൾ നമ്മൾ ഇത്ര ഡിസൈനൊക്കെ കാണിച്ചില്ല, ആ ഡിസൈനും കൂടെയൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നേരത്തെ കാണിച്ച 2 സ്റ്റിച്ചും കൂടെ ഞാനൊന്ന് ചെറുതായിട്ട് ആഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഫാഷൻ മേക്കർ ഉണ്ടായിട്ടും ആരും എംബ്രോയ്ഡറി വർക്കൊന്നും ചെയ്യാതിരിക്കണ്ട. വിചാരിക്കണ പോലെ അത്ര വലിയ മെനക്കെട്ട പണിയൊന്നുമല്ല. പിന്നെ 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, അത്രമാത്രം. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.